ബാരിക്കേഡൊക്കെ വെച്ച് ആളുകളെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള തള്ളോ അല്ലെങ്കിൽ ഇടിച്ചു കയറ്റമോ ഒന്നും തന്നെ ഇല്ല. തികഞ്ഞ ഒരു അച്ചടക്കം പ്രവർത്തകരിൽ ഉണ്ട് എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പുഷ്പവൃഷ്ടി നടത്തുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം തന്നെ വളരെ ശാന്തതയോടുകൂടി തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ ആളുകൾ അങ്ങനെ റോഡിൻ്റെ ഇരുവശത്തും അടിച്ചുകൂടി നിൽക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. പല തരം പതാകകൾ അവിടെ ഉയർത്തുന്നു. പ്രത്യേകിച്ച് BJPയുടെ പതാകയാണ് കൂടുതലും. പതാകകൾ ഉയർത്തി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനൊക്കെയുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. എല്ലായിടത്തും പ്രധാനമന്ത്രിക്ക് നേരെ പൂക്കൾ വർഷിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ തിരുവനന്തപുരം സ്വാഗതം ചെയ്യുന്നത്. അതിൻ്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വികസനം തൻ്റെ പ്രധാന അജണ്ടയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒരു തവണ BJPക്ക് അധികാരം ലഭിച്ചാൽ നാളിതുവരെ ഉണ്ടായ വികസനത്തിനേക്കാൾ വലിയൊരു വികസനം ഈ 5 വർഷം കൊണ്ട് തങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്ന് പ്രധാനമന്ത്രി നേരത്തെ തിരുവല്ലയിൽ വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ വികസനം നടക്കുമ്പോൾ കേരളം പിന്നോട്ട് പോകുന്നു എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ഗ്രാമീണ റോഡുകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെക്കുറിച്ച് തിരുവല്ലയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. LDFിൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഇതോടുകൂടി ആരംഭിക്കുന്നത് എന്നൊരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. കേരളത്തിൽ NDA സർക്കാർ വൈകാതെ അധികാരത്തിൽ വരുമെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ അവിടെ തിരുവല്ലയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ LDFിനെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഏതായാലും LDF സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ എന്നാണ് പ്രധാനമന്ത്രി തിരുവല്ലയിൽ പറഞ്ഞത്. പലതവണ കേരളത്തിൽ താൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കാറ്റ് വ്യത്യസ്തമാണ് എന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തവണ തനിക്ക് വളരെ വ്യത്യസ്തമായൊരു കാറ്റാണ് കാണാൻ കഴിയുന്നത് എന്ന് പ്രധാനമന്ത്രി അവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരുവല്ലയിൽ. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഉത്സവ സമയങ്ങളിലൊക്കെ വയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള പലതരം രൂപങ്ങൾ, ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെയുള്ള പലതരം രൂപങ്ങളൊക്കെ ഈ വേളയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ആ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഇതിൽ പ്രധാനമന്ത്രി ആളുകളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു താമരയുടെ ചിഹ്നമൊക്കെ ഉണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് റോഡിൻ്റെ ഇരുവശത്തായുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ഒരു റോഡ് ഷോയാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തുന്നത്. അതാണ് പ്രേക്ഷകർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. പ്രിയങ്കരനായ പ്രധാനമന്ത്രി കടന്നു വരികയാണ്. തിരുവനന്തപുരത്തെ ജനങ്ങളെ കാണുവാൻ, നിങ്ങളെയൊക്കെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാൽ നമ്മുടെ പ്രിയങ്കരനും ആരാധ്യനുമായ പ്രധാനമന്ത്രിയെ കടന്നു വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി കടന്നു വരികയാണ്. കൂടെ നമ്മുടെ പ്രിയങ്കരനായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജി, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ ജി, ജില്ലാ പ്രസിഡന്റ് കരമനജയൻ ജി, നമ്മുടെ ശ്രീലാഗാന്ധിയുടെ ഈ ഉൾപ്പെടെയുള്ളവർ കടന്നു വരികയാണ്.
യെസ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൾക്കൂട്ടത്തിന് നേരെ പ്രധാനമന്ത്രി തൻ്റെ കൈകൾ വീശുന്നു. താമര ചിഹ്നമുള്ള ഒരു മുദ്രയുമായി അദ്ദേഹം ആളുകൾക്ക് നേരെ വീശുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകൾ പുഷ്പാർച്ചന നടത്താനൊക്കെ പുഷ്പങ്ങളുമായി റോഡിന് ഇരുവശത്തും നിൽക്കുന്നു. പ്രധാനമന്ത്രി അടുത്തെത്തുമ്പോൾ പൂക്കളെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു അസ്തമയ സൂര്യൻ്റെ ആ ഒരു ശോഭ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് റോഡ് ഷോ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ അതിമനോഹരമായി നിൽക്കുന്നു. ഒരു ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതിൻ്റെ ഇരുട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള റോഡ് ഷോ അത്യന്തം മികച്ച ഒരു വിഷ്വൽ ഇഫക്റ്റാണ് പ്രേക്ഷകർക്ക് നൽകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൻ്റെ നിമിഷങ്ങൾ ആണ് കടന്നുപോകുന്നത്. BJP സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. നേമത്ത് മത്സരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ ഉണ്ട്. അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ആ വാഹനത്തിലുണ്ട്. മുരളീധരൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഉള്ള BJP സ്ഥാനാർത്ഥികൾ കൂടി പ്രധാനമന്ത്രിക്കൊപ്പം ഇതിൽ ഉണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ റോഡ് ഷോയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകമായി തയ്യാറാക്കി അലങ്കരിച്ച വാഹനത്തിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. വെള്ളിപ്പാലം മുതൽ ആണ് റോഡ് ഷോ ആരംഭിച്ചത്. അത് കരമന വരെ നീളും. ഏതാണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു പാതയിലൂടെയാണ് പ്രധാനമന്ത്രി ഇവിടെ ആളുകളെ കാണാനായി പ്രധാനമായും ആളുകൾക്ക് അഭിവാദ്യം ചെയ്യാനുമൊക്കെയായി എത്തുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയെ കാണാൻ തങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു എന്നതിൽ ഉള്ള സന്തോഷം അവിടെ കൂടിയ ആളുകളും പ്രവർത്തകരുമൊക്കെ ന്യൂസ് 18-നുമായി പങ്കുവച്ചു. ഇത് സ്ഥാനാർത്ഥികൾക്കും വലിയൊരു ആത്മവിശ്വാസം നൽകുന്നു, ഒരു ആവേശം നൽകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക്